ജന്തർ മന്ദറിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അതിൽ പങ്കെടുക്കുന്നതിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളും കൂടിയുണ്ട്. സമരത്തിൻ്റെ മുഖമായി സോനം വാങ്ചുക് മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ നിയന്ത്രണം ഇപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്വയം ഫൗണ്ടറായ അഭിജിത് ദീപ്കെ തന്നെയാണ്. ഒരു മാസത്തോളമായി തുടരുന്ന സമരങ്ങൾ പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അക്രമാസക്തമായിരിക്കുകയാണ്. സത്യത്തിൽ കോക്രോച്ച് പാർട്ടി ഉദയം ചെയ്തത് എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു എന്നത് നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ച് മുൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായ അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു വെബ്സൈറ്റും സമൂഹ മാധ്യമ അക്കൗണ്ടുകളും ഉണ്ടാക്കുകയും അതിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെക്കാൾ ലൈക്കും ഫോളോവേഴ്സും ഉണ്ടാക്കാനും കോക്രോച്ച് പാർട്ടിക്കായി. അന്ന് ആദ്യമായി അവർ മുന്നോട്ട് വെച്ച 5 കാര്യങ്ങൾ ഇവയായിരുന്നു. 1. ജഡ്ജിമാർക്ക് വിരമിച്ചതിന് ശേഷം യാതൊരു നിയമനവും നൽകാൻ പാടില്ല. 2. നിയമസാധ്യതയുള്ള എല്ലാ വോട്ടുകളും സംരക്ഷിക്കും. 3. വനിതകൾക്ക് 50% സംവരണം നൽകും. 4. അംബാനിയും അദാനിയും പോലുള്ളവരുടെ എല്ലാ മാധ്യമ ലൈസൻസുകളും റദ്ദാക്കും. അവിടെ മാധ്യമപ്രവർത്തകരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണം നടത്തും. 5. പാർട്ടി മാറുന്ന എല്ലാ MLA MP-മാരെയും 20 കൊല്ലത്തേക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കും. ഇങ്ങനെയായിരുന്നു ഈ പ്രധാന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങളാണ് അന്ന് മുന്നോട്ട് വെച്ചത് എങ്കിലും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം പകുതിയോടെയാണ്. ചീഫ് ജസ്റ്റിസിനോടുള്ള പ്രതിഷേധത്തോടൊപ്പം ആ സമയം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരിക്കുന്ന ആസാം ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുണ്ടായിരുന്ന ഭരണകൂടങ്ങൾ പിഴുതെറിയപ്പെട്ട ഫലം വന്ന സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച വോട്ട് ചോരി, വനിതാ ബിൽ, ഗോദി മീഡിയ എന്നീ വിഷയങ്ങളായിരുന്നു പ്രധാനമായി ഉന്നയിച്ചത്. അതോടൊപ്പം മുൻ ആം ആദ്മി പ്രവർത്തകനായിരുന്ന അഭിജിത് ദീപ്കെയെ നിരാശനാക്കിയ മറ്റൊരു കാര്യം കൂടി നടന്നു. ആം ആദ്മി പാർട്ടിയിലെ MP-മാരും MLA-മാരും കൂട്ടത്തോടെ BJP മുന്നണിയിലേക്ക് മാറിയതായിരുന്നു അതാണ് 5ാമത്തെ പോയിന്റിന്റെ പ്രകോപനം. ഇതായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തുടക്കം. പിന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് അവർ എത്തുന്നത്. അതിനിടയിൽ ഇവിടുത്തെ സാധ്യതകൾ മാക്സിമം കോക്രോച്ച് പാർട്ടി മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നും നാട്ടിലെത്തി സമരമുഖത്തേക്കെത്തുകയും ചെയ്തു. 2011-13 കാലത്ത് UPA ഭരണത്തിലെ അഴിമതിക്കെതിരെ അന്ന് ഇതുപോലെ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നൊരു സംഘടനയുമായി യുവാക്കളുടെ സമരം ഡൽഹിയിൽ നടത്തിയിരുന്നു. ഇപ്പോൾ സോനം വാങ്ചുക്കിനെ പോലെ അന്ന് അണ്ണാ ഹസാരെയും ബാബ രാംദേവിനെയും ഒക്കെയാണ് കെജ്രിവാൾ മുഖമായി അവതരിപ്പിച്ചത്. അന്നും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളല്ല സമരത്തിന്റെ മുഖ്യമായി നിന്നതും നേതൃത്വം ഏറ്റെടുത്തതും. ഇപ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ പിന്തുണയുണ്ടെങ്കിലും ആ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അവർക്കാവുന്നില്ല. അന്നത്തെ സംഭവങ്ങളുടെ ആവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന് സൂചിപ്പിക്കാം. ആ ദിവസങ്ങളിലെ സംഭവങ്ങൾ ഓർത്താൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരു വ്യത്യാസമുള്ളത് അന്ന് അഴിമതിക്കെതിരെ ആയതിനാൽ പൊതുജനങ്ങളുടെ മൊത്തം പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഡൽഹിയിൽ ഭരണത്തിലെത്താനും കെജ്രിവാളിനായി. അതേ സ്കൂളിൽ നിന്നും വരുന്ന അഭിജിത് ദീപ്കെയുടെയും മാതൃക കെജ്രിവാൾ തന്നെയാകണം. പക്ഷേ ഇത്തവണ കേന്ദ്ര സർക്കാരിനെതിരെ പൊതുജനങ്ങളുടെ വികാരം ഉയർത്താൻ അന്ന് അഴിമതിയുടെ പേരിൽ കെജ്രിവാളിന് കഴിഞ്ഞതുപോലെ ഇന്ന് ദീപക് കഴിയുമോ എന്ന് കണ്ടറിയണം. മാത്രമല്ല അന്ന് കേന്ദ്ര സർക്കാർ ഇതുപോലെ ശക്തമായ പൊളിറ്റിക്കൽ പൊസിഷനിലുമായിരുന്നില്ല. മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്നു. കോൺഗ്രസിന് ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ തിരിച്ചടികൾ സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ BJP ഏറ്റവും ശക്തമായ രാഷ്ട്രീയ സംവിധാനമായി തന്നെയാണ് നിലനിൽക്കുന്നത്. അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയും കൂടുതൽ ഭദ്രമാക്കുകയും ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലായി എത്ര കണ്ട് ഈ മുന്നേറ്റം വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോഴത്തെ സമരത്തിന് കേവലം ഒരു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നതിനപ്പുറം മറ്റൊന്നും ആവശ്യപ്പെടാനില്ല എന്നതും സമരത്തിന്റെ ഭാവിയെ തുലാസിലാക്കുന്നുണ്ട്. അണ്ണാ ഹസാരെയും കെജ്രിവാളും നയിച്ച പ്രക്ഷോഭത്തിന് ജനലോക്പാൽ എന്ന പേര് കൃത്യവും വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് മുന്നോട്ട് പോയതും ജനപിന്തുണ ലഭിച്ചതും. ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന കേവലമായ ഒരു ആവശ്യത്തിൽ ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ ആ നിലയിൽ ഏറെ മുന്നോട്ട് പോകാനിടയുമില്ല. പ്രശാന്ത് കിഷോറിനെ പോലെ മികച്ച തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾ പോലും
തെരഞ്ഞെടുപ്പ് ഗോദയിൽ BJPയെ തടയാൻ ശ്രമിച്ചിട്ട് കഴിയാത്ത സാഹചര്യത്തിൽ കോക്രോച്ച് പാർട്ടി എത്ര കണ്ട് മുന്നേറും എന്നതിനായി കാത്തിരിക്കാം.